അമേരിക്കയിൽ ആക്രമണം നടത്തുമെന്ന കടുത്ത ഭീഷണിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് ആയിരക്കണക്കിന് നിഗൂഢ ഡ്രോണുകൾ അമേരിക്കൻ ആകാശത്ത് കണ്ടതായുള്ള റിപ്പോർട്ടുകൾ വന്നത്. ന്യൂജേഴ്സി, ന്യൂയോർക്ക്, പെൻസിൽവാനിയ, മേരിലാൻഡ് എന്നിവിടങ്ങളിലായാണ് വ്യാപകമായി ഡ്രോണുകൾ കണ്ടെത്തിയത്. ഡ്രോണുകൾ കണ്ടതായുള്ള റിപ്പോർട്ടുകൾ വ്യാപകമായി പുറത്തുവന്നതിന് പിന്നാലെ ജോ ബൈഡൻ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. സംഭവത്തിന്റെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം ഡ്രോണുകൾ വെടിവെച്ചിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സ്വന്തം പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. സംഭവത്തിൽ സുതാര്യത വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തുടനീളം ദുരൂഹമായ ഡ്രോണുകളുടെ ദൃശ്യങ്ങൾ കാണുകയാണെന്നും ഭരണകൂടത്തിന്റെ അറിവില്ലാതെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നുമാണ് ട്രംപ് പറയുന്നത്. റഷ്യയ്ക്കല്ലാതെ ഇതിന് ആർക്കും ധൈര്യമുണ്ടാകില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. യുക്രൈനെയും അമേരിക്കയും ആക്രമിക്കുമെന്ന പുടിന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതിയാലും തെറ്റില്ല. കാരണം അമേരിക്കയ്ക്ക് മുകളിൽ ഡ്രോൺ പറത്തിയതിന് പിന്നാലെ യുക്രൈനിൽ കടുത്ത ആക്രമണമാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. യുദ്ധത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന യുക്രൈൻ നേരിടുന്ന ഏറ്റവും പുതിയ വെല്ലുവിളിയാണ് റഷ്യയുടെ ഈ ആക്രമണം. ഈ വർഷം യുക്രൈനിലെ ഊർജ്ജ സംവിധാനത്തിൽ റഷ്യ നടത്തിയ 12ാമത്തെ വലിയ ആക്രമണം നിരവധി യുക്രൈനിയൻ പ്രദേശങ്ങളിലെ വൈദ്യുതി പ്രവർത്തനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ദശലക്ഷക്കണക്കിന് സിവിലിയന്മാർക്ക് വൈദ്യുതി ഇല്ലാതാക്കുകയും ചെയ്തു. ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ ലക്ഷ്യമിടാൻ സാധ്യതയുള്ളതായി യുക്രൈനിന്റെ വ്യോമസേന മുന്നറിയിപ്പ് നൽകിയതിനാൽ തലസ്ഥാനമായ കീവിലെ തെരുവുകളെല്ലാം ശൂന്യമായിരുന്നു. ആക്രമണത്തിന്റെ ഫലമായി രാജ്യത്തുടനീളം അടിയന്തരമായി വൈദ്യുതി നിർത്തലാക്കുകയാണെന്ന് യുക്രൈനിലെ എനർജി ഗ്രിഡ് ഓപ്പറേറ്ററായ യുക്രൈനെർഗോ അറിയിച്ചു. അതേസമയം അടുത്ത മാസങ്ങളിൽ റഷ്യയുടെ സൈന്യം യുക്രൈനിന് നേരെ ബോംബാക്രമണം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധം അതിന്റെ 3ാം ശീതകാലത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യം വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. കഴിഞ്ഞ മാസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനിന്റെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. തെക്ക് പടിഞ്ഞാറൻ റഷ്യയിലെ ഒരു നഗരത്തിന് നേരെ 6 അമേരിക്കൻ നിർമ്മിത ATACMS ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് റഷ്യയുടെ ഏറ്റവും പുതിയ ആക്രമണം യുക്രൈനിൽ അരങ്ങേറിയത്. അതേസമയം ടാങ്കൻഡോക്ക് നഗരത്തിന് സമീപമുള്ള സൈനിക വ്യോമതാവളത്തിൽ അടുത്തിടെ യുക്രൈൻ നടത്തിയ ATACMS ആക്രമണത്തിന് മറുപടിയായാണ് നിർണായകമായ യുക്രൈനിയൻ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഒറ്റ രാത്രി കൊണ്ട് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഒറ്റ രാത്രി കൊണ്ട് നടത്തിയ പ്രത്യാക്രമണം അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ചതായും ലക്ഷ്യമിട്ട എല്ലാ യുക്രൈനിയൻ സൗകര്യങ്ങളും തകർത്തതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി.